പൂരം കാണാൻ വന്ന പൂരപ്രേമിയുടെ സഹിഷ്ണുതയും പക്വതയുമാണ് നമുക്ക് വേണ്ടത്. പകരം അതിനകത്തൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും അത് ഏതെങ്കിലും തരത്തിലൊരു ഹൈന്ദവ ആരാധനാലയത്തിൽ മാത്രം നടന്ന ആചാരമായിട്ടും ഞാൻ കാണുന്നില്ല. അതൊരു ആസ്വാദ്യതയ്ക്ക് വേണ്ടിയാണ് അവിടെ എത്തുന്നത്. അക്കൂട്ടരെ നമുക്ക് മതം പറഞ്ഞ് വേർതിരിക്കുക സാധ്യമല്ല. അവരിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും സാധ്യമല്ല. അതുകൊണ്ടാണ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രാംലല്ലയുടെ വിഗ്രഹം എന്തുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ അവിടെ പ്രതിഷ്ഠിക്കുന്നത്? സാധാരണ രീതിയിൽ കുടമാറ്റത്തിന് ഇത്തരം കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റികൾ നുഴഞ്ഞു കയറാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് സംഘാടകർ മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് എനിക്കിതിനകത്തുള്ള ടേക്ക്. കാരണം ഉത്സവം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു സാമൂഹികമായ ജനിതക ഘടനയാണ്. എന്ന് പറഞ്ഞാൽ അവരവിടെ ഉത്സവം കാണാൻ വരുന്നത് ആർത്ത് ഉല്ലസിച്ച് പോകാൻ വേണ്ടിയാണ് പൂരത്തിന് വരിക. ആ പൂരത്തിന് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഇതൊരു ഹിന്ദു ക്ഷേത്രോത്സവമാണ് തൃശൂർ പൂരം. താങ്കൾ എത്ര പറയാൻ ശ്രമിച്ചാലും ഇതൊരു ഹിന്ദു ക്ഷേത്രോത്സവമാണ്. ക്ഷേത്ര പരിധിക്കുള്ളിൽ ക്ഷേത്രത്തിനുള്ളിൽ ചടങ്ങുകളോടെ നടക്കുന്നതാണ്. എഴുന്നള്ളത്തടക്കം ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലെ ചടങ്ങുകളാണ് ഡോക്ടർ അരുൺ. അത് എത്രഞ്ഞാലും മതേതരമാകില്ല. അതൊരു ഹിന്ദു ക്ഷേത്രോത്സവമാണ്. വെക്കാൻ പറ്റാത്ത ആചാരങ്ങളൊന്നും നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. വെടിക്കെട്ട് എപ്പോഴാണ് നടന്നത്? എന്നാണ് കോവിഡ് വന്നപ്പോൾ ക്ഷേത്ര ഉത്സവം നടന്നത്? എങ്ങനെയാണ് നടത്തിയത്? ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെയാണ്. കോവിഡ് വന്നപ്പോൾ ഇതേ ആഘോഷങ്ങളും ഇതേ ആചാരങ്ങളും മാറ്റമില്ലാതെ അവിടെ തുടർന്നു? ഇല്ലല്ലോ. അത് വ്യത്യസ്ത രീതിയിലാണ് നടന്നത്, സിംബോളിക്കായി. അതൊക്കെ മാറും. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇങ്ങനൊരു ഇവിടെ എത്തുമ്പോൾ ആ പൂരപ്രേമികൾ കാണിച്ച വിവേകം അതിനേക്കാൾ വിവേകമുണ്ടെന്ന് ധരിക്കുന്നവർ കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തേടിപ്പോവുക എന്നുള്ളത് ചിലരുടെ ജനിതക ഘടനയിലുണ്ട്. അത് ആരുടെ ജനിതക ഘടനയിലാണുള്ളത് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അത് ആ വാചകം എന്നെ കൊണ്ട് ഹിന്ദുവിനെ പറയുമ്പോൾ മാത്രം ഹിന്ദു മാത്രം മതേതരത്വത്തിനായി വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറയുന്നതും ചിലരുടെ ജനിതക ഘടനയിലുള്ളതാണ്. അത് മാറ്റാൻ കഴിയില്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് ഹിന്ദു മതപ്രഭാഷണത്തിനല്ല. ഹിന്ദു മതപ്രഭാഷകയാവാനും ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ അല്ല. ആ വിഷയത്തിൽ അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു 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 എന്ന് 100 തവണ പറയേണ്ടതില്ല. ഞാനും ജനിച്ചത് ഹിന്ദുമതത്തിലാണ്, എന്റെ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുമതത്തിന്റെ അവകാശമോ ഹിന്ദുമതത്തിന്റെ പ്രഖ്യാപനമോ നടത്തുന്ന ഒരു വേദിയിലല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ പറയാൻ വരുന്നത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ അഭിമാനമായ, ഈ നാടിന്റെ അഭിമാനമായ ഒരു നാഷണൽ ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ട് വൈകിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നാണ്. അത് അന്വേഷിക്കപ്പെടാതെ പോകരുത്. പക്ഷെ അങ്ങനെ അന്വേഷിക്കപ്പെടാതെ പോകുമ്പോഴും ക്രമസമാധാനം തകരാതെ ആ പൂരം പൂർണ്ണമായും നടത്താൻ അതിനോട് സഹകരിച്ച തൃശ്ശൂരിലെ പൂരപ്രേമികളെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. ആ പൂരപ്രേമികൾക്കൊപ്പമാണ് എന്റെ നിലപാട്. ആ പൂരപ്രേമികൾക്കുള്ള വിവേകത്തെയാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. അതാണ് കേരളത്തിന്റെ മാതൃക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കാൻ ഇനി ഏത് തരത്തിൽ വന്നാലും ഏത് കൊമ്പൻ എഴുന്നള്ളിയാലും അത് തൃശ്ശൂർക്കാർക്ക് അറിയാം ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കാൻ വരുന്നു എന്നുള്ളത്. അത് ഭയന്നുകൊണ്ടാണ് ഒരു പരിധിക്കപ്പുറം ആരും പ്രതികരിക്കാത്തത്. ഇല്ലെങ്കിൽ പല പ്രതിഷേധങ്ങളും അവിടെ ഇപ്പൊ കണ്ടേനെ. ആ പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനം.